നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് സഞ്ചരിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ റോഡുകളിൽ നമ്മൾ കാണിക്കുന്ന ഒരുപാട് മര്യാദകളുണ്ട്. അന്യരോട് നമ്മൾ മറ്റ് നമ്മുടെ ഒപ്പം തന്നെ റോഡിൽ യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന സഹകരണമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഒരു സീബ്ര ലൈനിൻ്റെ പക്കത്തിൽ കുറച്ച് ആളുകൾ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ കേവലം ഒരാൾ കാണുമെങ്കിൽ പോലും നമ്മൾ വണ്ടി ചവിട്ടി കൊടുക്കും. എന്നിട്ട് അവർ പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കത്തുള്ളൂ. പക്ഷേ ഇതൊന്നും തന്നെ ഒരു തമിഴ് സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എടാ നമ്മൂര് വന്നടാ, നമ്മൂര് വന്ന് ഇനി എന്നും കാണിക്കാമെന്ന്. അപ്പം നമ്മൂര്, അതായത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ സംഗതികളെല്ലാം നമ്മൾ ലംഘിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും, ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വലിയ വലിയ കുഴികളൊക്കെ നമ്മുടെ റോഡിലുണ്ടാവും. ഈ കുഴികളെല്ലാം ഇതിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ ഒരു തുള്ളി ചളി ഞാൻ കാരണം മറ്റുള്ളവരുടെ ദേഹത്തിൽ അവരുടെ വണ്ടിയിൽ അവരിലേക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഭയങ്കരമായിട്ടുള്ള അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിത്തിരി സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വണ്ടി ഒരിത്തിരി സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓവർടേക്ക് ചെയ്തോടെ മുമ്പിൽ പോയിട്ട് മുദ്രകൾ കാണിക്കുക, അവരെ പൂർവികരെ തെറി പറയുക. ഇതിനൊന്നല്ല നമ്മൾ ലൈസൻസ് നമുക്ക് തരുന്നത്. ഒരു മാന്യമായിട്ട് നമ്മുടെ സഹജീവികളോട് സ്നേഹവും കാരുണ്യമൊക്കെ നമ്മൾ റോഡിൽ കാണിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് സഹോദരിമാർ വണ്ടി ഓടിക്കുന്നുണ്ട്. ഒത്തിരി ഡ്രൈവർമാർ, നമ്മുടെ കുഞ്ഞു പെങ്ങന്മാർ, പുതുതായിട്ട് ലൈസൻസ് ലഭിച്ചിട്ടുള്ള ആളുകളൊക്കെ റോഡിലുണ്ടാവും. നമുക്ക് സിമ്പിൾ ലോജിക്കാണ് ഇതൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 18 വയസ്സുള്ള ഒരാളും ഒരു 60-70 വയസ്സുള്ള ഒരാളും വണ്ടി ഓടിക്കുന്ന തുല്യമായിരിക്കില്ല. ഒരു 18 വയസ്സുകാരൻ 19 വയസ്സുകാരൻ എടുക്കാൻ പെട്ടെന്ന് തീരുമാനം എടുക്കാം, ബ്രേക്ക് ചവിട്ടാൻ അവന് കഴിയും. പക്ഷേ ഒരു പ്രായമുള്ള ആൾക്ക് ആ ഒരു തീരുമാനം എടുക്കുന്നതിന് കുറച്ച് സമയ വ്യത്യാസമൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ ക്ഷമ കാണിക്കുക. ഒന്ന് ഈ കുഴികളും കുണ്ടും വള്ളങ്ങളൊക്കെ റോഡിൽ കാണുമ്പോൾ ഒരിത്തിരി സംയമനം പാലിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മളൊരു മനുഷ്യനാവുന്നുള്ളൂ. സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുക. ഈ സഞ്ചാരത്തിന്, നമ്മളുടെ യാത്രകൾക്ക് ഒരിക്കലും ഒരു